നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ശനിയാഴ്ച ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയും വർദ്ധിച്ചതോടെ സർവകാല റെക്കോർഡായ 70,160 രൂപയായി ഒരു പവൻ സ്വർണത്തിന്റെ വില. GST, പണിക്കൂലി, HOD ചാർജ് കൂടി കൂട്ടുന്നതോടെ 76,000 രൂപയിലധികമാകും ഒരു പവൻ സ്വർണ്ണാഭരണത്തിന്റെ വില. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ചുഴലിക്കാറ്റനുബന്ധ ദുരന്ത തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ദുരന്തമുഖത്തെയും ദുരിതാശ്വാസ സംരക്ഷണ കേന്ദ്രങ്ങളിലെയും പ്രവർത്തനങ്ങൾ അമ്പലപ്പുഴ MLA ചിസറാം വിലയിരുത്തി. കടലിലെയും കടലോരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചിത്വ സാഗരം സുന്ദരതീരം എന്ന പേരിൽ ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ചിസറാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വലിയകുളം ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മുബാറക് മെമ്മോറിയൽ ഫെഡറേറ്റ് കൗണ്ടി ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. അമ്പലപ്പുഴ MLA ചിസറാം ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ അനധികൃത ഭൂമി നീക്കത്തിനും അനധികൃത നിർമ്മാണങ്ങൾക്കുമെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്ന് HSLAM MLA ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ശനിയാഴ്ച ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയും വർദ്ധിച്ചതോടെ സർവകാല റെക്കോർഡായ 70,160 രൂപയായി ഒരു പവൻ സ്വർണ്ണാഭരണത്തിന്റെ വില. അനുദിനം റെക്കോർഡ് ഭേദിച്ചുള്ള സ്വർണത്തിന്റെ കുതിപ്പ് തുടർക്കഥയാകുന്നു. സർവകാല റെക്കോർഡും ഭേദിച്ച് 70,160 രൂപ എന്ന വിലയിലേക്കാണ് ശനിയാഴ്ച സ്വർണ്ണവില കടന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഗ്രാമിന് 25 രൂപയുടെയും പവന് 200 രൂപയുടെയും വർധനവാണ് ഉണ്ടായത്. സ്വർണ്ണവിലയോടൊപ്പം 3% GSTയും കുറഞ്ഞ പണിക്കൂലിയായ 5% HOD ഹോൾമാർക്കിംഗ് ചാർജും കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഇനി ഉപഭോക്താവ് 76,000 രൂപയിലധികം നൽകേണ്ടി വരും. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നവരുടെ എണ്ണം കൂടിയതും ഡോളർ രൂപ വിനിമയ നിരക്കും സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാകുന്നതായി ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം വിവാഹ പാർട്ടികളെ അടക്കം സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് അടിക്കടിയുള്ള സ്വർണ്ണവില വർധനവ് കൊണ്ടുണ്ടാക്കുന്നത്. മാത്രമല്ല, സ്വർണ്ണ വ്യാപാര മേഖലയിലെ ചെറുകിട വ്യാപാരികളെയും സ്വർണ്ണവില വർധനവ് സാരമായി ബാധിക്കുന്നതായും വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. നിലവിലെ രാജ്യാന്തര സാഹചര്യം തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ വലിയ മാറ്റമുണ്ടാകുമെന്നും റെക്കോർഡുകൾ തുടർക്കഥയാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ചുഴലിക്കാറ്റനുബന്ധ ദുരന്ത തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ദുരന്തമുഖത്തെയും ദുരിതാശ്വാസ സംരക്ഷണ കേന്ദ്രത്തിലെയും പ്രവർത്തനങ്ങൾ HSLAM MLA വിലയിരുത്തി. ചുഴലിക്കാറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശാനുസരണം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചുഴലിക്കാറ്റ് അനുബന്ധ ദുരന്ത തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. പുറക്കാട് പഞ്ചായത്തിലെ തോട്ടപ്പള്ളി ഹാർബറിന് സമീപമാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. പുറക്കാട് പഞ്ചായത്ത് 10ാം വാർഡിൽ നടന്ന മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ദുരിതബാധിതരെ നാലുചിറ ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. തീരവാസികളെ 2 KSRTC ബസ്സുകളിലും രോഗികളെ ആംബുലൻസിലുമാണ് ക്യാമ്പിലേക്ക് എത്തിച്ചത്. HSLAM MLA ദുരന്തമുഖത്തെയും ദുരിതാശ്വാസ സംരക്ഷണ കേന്ദ്രങ്ങളിലെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ദുരിതബാധിത ഭാഗങ്ങളിൽ നിന്ന് 100-ലധികം നാട്ടുകാരെ ഒഴിപ്പിക്കുന്നതിന് പോലീസ്, ഫയർഫോഴ്സ്, ITBP, ഫിഷറീസ്, ആരോഗ്യവകുപ്പ്, RTO, KSEB വകുപ്പുകളിലെ ജീവനക്കാർ കർമ്മനിരതരായി. ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്നും മുന്നറിയിപ്പ് ലഭിച്ച മുറയ്ക്ക് താലൂക്ക് ഇൻസിഡന്റ് കമാൻഡർമാരുടെ നേതൃത്വത്തിൽ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സിവിൽ ഡിഫൻസ്, ആപ്തമിത്ര, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ ജനങ്ങളെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റി. ദുരന്തബാധിത പ്രദേശത്തും ദുരിതാശ്വാസ ക്യാമ്പിലും ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീമിന്റെ സേവനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉറപ്പുവരുത്തി. തുടർന്ന് പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഹരിതകർമ്മസേന, അംഗനവാടി, അധ്യാപകർ, ആശാപ്രവർത്തകർ, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. മോക്ക് ഡ്രില്ലിന് ശേഷം നാലുചിറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇന്റർ ഗവൺമെന്റൽ സമുദ്രശാസ്ത്ര കമ്മീഷന്റെ സുനാമി റെഡി പ്രോഗ്രാം പദ്ധതിയുടെ ഭാഗമായുള്ള യോഗവും ചേർന്നു. തീരദേശ സമൂഹത്തിന്റെ സുനാമി അതിജീവന തയ്യാറെടുപ്പ് മെച്ചപ്പെടുത്തുകയും ജീവന്റെയും ഉപജീവന മാർഗങ്ങളുടെയും സ്വത്തിന്റെയും നഷ്ടം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. സബ് കളക്ടർ സമീർ കിഷൻ, അമ്പലപ്പുഴ തഹസീൽദാർ S. അൻവർ, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് പ്രതിനിധികൾ,
യുനെസ്കോ, IOC, സുനാമി റെഡി സർട്ടിഫിക്കറ്റ് പദ്ധതി പ്രതിനിധികൾ, KSDMA ഉദ്യോഗസ്ഥർ, കില പ്രതിനിധികൾ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കടലിനെയും കടലോരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചിത്വ സാഗരം സുന്ദര തീരം എന്ന പേരിൽ ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചു. H. സലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കടലിനെയും കടലോരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിച്ച ശുചിത്വ സാഗരം സുന്ദര തീരം ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. കടലിന്റെ ഉള്ളിൽ മറ്റ് ആറുകളാണെങ്കിലും തോടുകളാണെങ്കിലും എല്ലാ ജലാശയങ്ങളും നമ്മുടെ തന്നെ ഒരു രീതിയുടെ ഭാഗമായി, ജീവിത രീതിയുടെ ഭാഗമായി മലിനപ്പെട്ടു പോകുന്നൊരു സാഹചര്യം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തിൻ്റെ ഭാഗമായി നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഇന്ന് കേരളത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായി തന്നെ മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കാണാം. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയും ഒരു വലിയ ഘട്ടത്തിലേക്ക് വിജയിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കരയിലെ മാലിന്യത്തോടെ പോലെ തന്നെ കുറച്ചുകൂടി ഗൗരവമാണ് നമ്മുടെ കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ ഉൾപ്പെടെ ബാധകമാകുന്ന മത്സ്യോൽപാദനത്തെ ഉൾപ്പെടെ ഗൗരവമായി ബാധിക്കുന്ന നിലയിൽ നമ്മുടെ സമുദ്രങ്ങൾക്കുള്ളിൽ മാലിന്യ നിക്ഷേപം കൂടിക്കൂടി വരുന്നു എന്നുള്ള പ്രശ്നം. അതുൾപ്പെടെ പരിഹരിക്കാൻ കഴിയുന്ന നിലയിൽ എങ്ങനെയാണ് നമുക്ക് ഒരു ജനകീയമായ ക്യാമ്പയിൻ നടത്താൻ പറ്റുക എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ക്യാമ്പയിൻ ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് തോട്ടപ്പള്ളി ഹാർബറിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചാണ് MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് കടലിനെ ആശ്രയിച്ച് കഴിയുന്നത്. അവരുടെ ഉപജീവനത്തിന്റെ മാർഗമാണ് കടലിനെയും തീരത്തെയും മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുക എന്നത് ഓരോരുത്തരുടെയും കടമയാണെന്നും വേമ്പനാട് കായലിന്റെ 80% സംഭരണശേഷിയും മാലിന്യങ്ങൾ നിറഞ്ഞ് നഷ്ടപ്പെട്ടിരിക്കുന്നതിനാൽ ഇവ നീക്കം ചെയ്താൽ മാത്രമേ പ്രളയത്തെ അതിജീവിക്കാൻ കഴിയൂ എന്നും H. സലാം MLA പറഞ്ഞു. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് A. സുദർശന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കടലും തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ 3 ഘട്ടങ്ങളിലാണ് ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി നടപ്പിലാക്കുന്നത്. മണ്ഡലത്തിലെ 8 കേന്ദ്രങ്ങളിലായി സംഘടിപ്പിച്ച പരിപാടിയിൽ 10 കിലോമീറ്റർ കടൽ തീരമാണ് ശുചീകരിച്ചത്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K. രാജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R. ഉണ്ണി, പഞ്ചായത്ത് അംഗങ്ങളായ രാജേശ്വരി കൃഷ്ണൻ, ലീന രജനീഷ്, ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ K. സുഹേൽ, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ CB സോമൻ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ KJ ഏഞ്ചൽ അയന എന്നിവർ സംസാരിച്ചു. വലിയകുളം ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മുബാറക് മെമ്മോറിയൽ ഫ്ലഡ് ലൈറ്റ് കൗണ്ടി ക്രിക്കറ്റിന് തുടക്കമായി. അമ്പലപ്പുഴ MLA H. സലാം ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നടത്തി. വലിയകുളം ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മുബാറക് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കായുള്ള ഫ്ലഡ് ലൈറ്റ് കൗണ്ടി ക്രിക്കറ്റിന് തുടക്കമായി. വലിയകുളം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ നടത്തുന്ന ടൂർണമെന്റ് അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ സമരത്തിന്റെ ഭാഗമായി നമുക്കിത് കാണാൻ പറ്റും. ഒറ്റക്കൊറ്റയ്ക്ക് ഏതെങ്കിലും ചുമ നിറവേറ്റപ്പെടുക എന്ന് മാത്രമല്ല, ഒരു നാടിന്റെ ആകെ വികാരമായി ഈ നാടിനെയും നമ്മുടെ നാടിന്റെ യൗവനത്തെയും കാർന്നു തിന്നുന്ന ലഹരിയെ നമ്മൾ തോൽപ്പിക്കും എന്ന ഉറച്ച പ്രതിജ്ഞ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നിശ്ചയമായിട്ടും കഴിയണം. എത്രമാത്രം ഭീകരതയോടെ ഒരു മനുഷ്യന്റെയും ഒരു സമൂഹത്തിന്റെയും ജീവിതത്തിലേക്ക് കാർന്നു തിന്നുന്ന ഒന്നാണ് ലഹരി എന്നുള്ളത് സമീപകാലത്തെ കുറെ അനുഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ അനുഭവങ്ങൾ ക്രൂരമായ അനുഭവങ്ങൾ പോലും ആണെന്ന് പറയാൻ പറ്റും. എല്ലാ സമയത്തും ഒരുപാട് ക്രൈമുകൾ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാവും. അത് ലഹരി ഒരു ഘടകമായി മാറുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ സമീപ സമയത്ത് നമ്മുടെ കേരളം കണ്ട ചില അനുഭവങ്ങൾ നമുക്കങ്ങനെ മറ്റൊന്നിലൂടെ ഇങ്ങനെ സാമ്യപ്പെടുത്തി പറയാൻ പറ്റാത്ത ഒന്നാണ്. ലഹരി എത്രമാത്രം ഒരു മനുഷ്യന്റെ എല്ലാ തിരിച്ചറിവും നഷ്ടപ്പെടുത്തി കളയും എന്നുള്ളത് നമ്മളെല്ലാം ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്നതും സമൂഹമായി ഒന്ന് ഭയപ്പെട്ടു പോകുന്ന പോലെയുള്ള ചില അനുഭവങ്ങൾ സമീപകാലത്തുണ്ടായി. അത് താമരശ്ശേരിയിലെ സംഭവമാണെങ്കിലും വെഞ്ഞാറമൂട്ടിലെ സംഭവമാണെങ്കിലും എല്ലാം നമുക്കത് ആ സംഭവങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായും യുവതലമുറ മാറാതിരിക്കാൻ
വലിയ പങ്കാണ് സ്പോർട്സ് വഹിക്കുന്നതെന്നും അത്തരത്തിൽ കായിക മേഖലയുടെ ഉന്നമനത്തിനായി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നും എച്ച് ഇസ്ലാം MLA അഭിപ്രായപ്പെട്ടു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും ക്ലബ് രക്ഷാധികാരിയുമായ VG വിഷ്ണു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ B നസീർ, ക്ലാരമ പീറ്റർ, B അജേഷ്, മുൻ കൌൺസിലർ KJ പ്രവീൺ എന്നിവർ സംസാരിച്ചു. ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് VK നാസറുദ്ദീൻ ചടങ്ങിന് സ്വാഗതവും ജനറൽ സെക്രട്ടറി ഷെരീഫ് കുട്ടി നന്ദിയും പറഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 32ഓളം ടീമുകളാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. ഞായറാഴ്ച വൈകിട്ടാണ് ഫൈനൽ മത്സരം നടക്കുക. ജില്ലയിലെ അനധികൃത ഭൂമി നികത്തലും അനധികൃത നിർമ്മാണങ്ങൾക്കുമെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്ന് എച്ച് ഇസ്ലാം MLA വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലയിലെ അനധികൃത ഭൂമി നികത്തലും അനധികൃത നിർമ്മാണങ്ങൾക്കുമെതിരായി ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്ന് എച്ച് ഇസ്ലാം MLA വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നമ്മുടെ ജില്ലയിൽ ഇങ്ങനെ ഉണ്ടാകുന്നത് തടയാൻ കഴിയുന്ന ഒരു സമീപനം റവന്യൂ അധികാരിയുടെ ഭാഗത്തുണ്ടാവുക എന്നുള്ളതും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ആലപ്പുഴ നഗരത്തിൽ 2-3 വൻകിടക്കാരായ റിസോർട്ടുകൾ ഈ പറഞ്ഞ ഭൂമി നികത്തലും കയ്യേറ്റവും അനധികൃത കെട്ടിട നിർമ്മാണവും നടത്തിയിരിക്കുന്നു എന്നുള്ളതാണൊരു ഗൗരവമായൊരു പ്രശ്നം. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ പള്ളാത്തുരുത്തിയിലെ സാധാരണ കർഷക തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പ്രദേശം, അവിടേക്ക് ഒരു ടൂ വീലർ പോലും മര്യാദയ്ക്ക് ഓടിച്ചു പോകാൻ കഴിയുന്ന വഴിയുണ്ടായിരുന്നില്ല. അവിടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് 1,87,00,000 രൂപ മുടക്കി ആ പ്രദേശത്തേക്കൊരു റോഡ് നിർമ്മിക്കാൻ ഞാൻ മുൻകൈയെടുത്ത് തീരുമാനിച്ചു. ആ നിർമ്മാണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 എതിരായി ആലപ്പുഴ ജില്ലയിൽ 215 സ്ഥലങ്ങൾ അനധികൃതമായി നികത്തിയിട്ടുണ്ടെന്നാണ് നിയമസഭയിൽ റവന്യൂ വകുപ്പ് മന്ത്രി ഉത്തരം നൽകിയിട്ടുള്ളത്. ഇതിൽ 22 സ്ഥലങ്ങൾ അമ്പലപ്പുഴ താലൂക്കിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. ഇതിനു പുറമെ റിസോർട്ട് ഉടമകൾ ഉൾപ്പെടെയുള്ള വൻകിടക്കാർ പുറമ്പോക്ക് ഭൂമി വൻതോതിൽ കൈയേറുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി പോലും വാങ്ങാതെ വൻകിടക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നു. പഴവീട് വില്ലേജ് പരിധിയിലെ പള്ളാത്തുരുത്തിയിൽ റിസോർട്ടിലെ നിലം നഗരസഭയുടെ അനുവാദമില്ലാതെ ചുറ്റുമതിലും കെട്ടിടത്തിന്റെ നിർമ്മാണവും അനധികൃതമായി നടത്തിയിരിക്കുകയാണിപ്പോൾ. ഈ അനധികൃത മതിലാണ് പള്ളാത്തുരുത്തിയിലെ സാധാരണ കുടുംബങ്ങൾക്കുള്ള റോഡ് നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിച്ചത് എന്നിരിക്കെ റിസോർട്ട് ഉടമകൾ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചെന്നും MLA പറഞ്ഞു. സാധാരണക്കാർക്കെതിരെ നിയമങ്ങൾ കർക്കശമാക്കുന്ന ചില ഉദ്യോഗസ്ഥർ ആലപ്പുഴയിലെ സമ്പന്നരായ കയ്യേറ്റക്കാർക്കെതിരെ കണ്ണടക്കുകയാണെന്നും ഇത് അനുവദിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നും ഇത്തരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാനും അനധികൃത നിർമ്മാണങ്ങൾ തടയുവാനും ശക്തമായ നടപടി റവന്യൂ അധികാരികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തയ്യാറാകണമെന്നും ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും എച്ച് ഇസ്ലാം MLA ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ശനിയാഴ്ച ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയും വർദ്ധിച്ചതോടെ സർവകാല റെക്കോർഡായ 70,160 രൂപയായി 1 പവൻ സ്വർണത്തിന്റെ വില. GST, പണിക്കൂലി, HOD ചാർജ് കൂടി കൂട്ടുന്നതോടെ 76,000 രൂപയിലധികമാകും 1 പവൻ സ്വർണ്ണാഭരണത്തിന്റെ വില. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ചുഴലിക്കാറ്റ് അനുബന്ധ ദുരന്ത തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ദുരന്തമുഖത്തെയും ദുരിതാശ്വാസ സംരക്ഷണ കേന്ദ്രങ്ങളിലെയും പ്രവർത്തനങ്ങൾ അമ്പലപ്പുഴ MLA എച്ച് ഇസ്ലാം വിലയിരുത്തി. കടലിനെയും കടലോരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചിത്വ സാഗരം സുന്ദരതീരം എന്ന പേരിൽ ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA എച്ച് ഇസ്ലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വലിയകുളം ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മുബാറക് മെമ്മോറിയൽ ഫിൽഡ് കൗണ്ടി ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. അമ്പലപ്പുഴ MLA എച്ച് ഇസ്ലാം ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ അനധികൃത ഭൂമി നികത്തലും അനധികൃത നിർമ്മാണങ്ങൾക്കുമെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്ന് എച്ച് ഇസ്ലാം MLA ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.